നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് ഹ എന്ന അക്ഷരം വരെയാണ്. ഹ ഹൈ ഹു ഹ്. ഇനി അടുത്ത അക്ഷരം ഹ. കാർക്കിച്ച് പറയേണ്ടതാണ്. നമ്മൾ അകാരം, ഇകാരം, ഉകാരം, നിസ്വരം ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു. അപ്പം ഹ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ അകാര ചിഹ്നം ഇങ്ങനെ ചരിച്ചു കൊടുക്കുന്ന ആകാരം. ഞാൻ മുമ്പ് ഇതെങ്ങനെ എഴുതണമെന്നുള്ളതിനെപ്പറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഈ അകാരം, വികാരം, ഉകാരം, നിസ്വരമൊക്കെ എങ്ങനെയാണ് എഴുതുന്നതിനെപ്പറ്റി കാണിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ചരിച്ചെഴുതുന്ന. ഇപ്പം ഹ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്തപ്പം ഹ കാർക്കിച്ച് പറയണം. ഹി ഇകാരം കൊടുത്തപ്പം ഹി കാർക്കിച്ച് പറയണം. ഹി. അടുത്തത് ഹു. സുക്കൂൻ 0 0 കൊടുക്കുമ്പം നിസ്വരം. സുക്കൂൻ കൊടുക്കുമ്പം ഹ്. അന്നേരം ഹ ഹി ഹു ഹ്. ഹ ഹി ഹു ഹ് കാർക്കിച്ച് പറയണം. ഹ ഹി ഹു ഹ്. ഹ ഹി ഹു ഹ്. മുകളിൽ ഒരു പുള്ളിയുള്ള അക്ഷരം ഹ വന്നാൽ കാർക്കിച്ച് പറയണം. ജീമും ഹാവും ഹാവും ഒരുപോലെയാണ് എഴുതുന്നത്. ജീമിന് താഴെ ഒരു പുള്ളി, ഇതേ രൂപത്തിലുള്ള ഒരു അക്ഷരമുണ്ട്. അത് താഴെ ഒരു പുള്ളി കൊടുത്ത്, ഇടയ്ക്ക് താഴെ ഒരു പുള്ളി കൊടുത്താൽ അതിനെ ജീമെന്ന് പറയും. ഇതേ അക്ഷരം തന്നെ പുള്ളി ഇല്ലാത്തതുണ്ട്. ഇതേ അക്ഷരം പുള്ളി ഇല്ലാത്തതിന് ഹാ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയും. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. അടുത്തത് ഹ ഹി ഹു ഹ്. എൻ്റെ കൂടെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഒരു 100 പ്രാവശ്യം ആവർത്തിക്കണം. ഹ ഹി ഹു ഹ്. 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 ഹ കാർക്കിച്ച് പറയണം. ഹ. നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതേ അക്ഷരം ഹ എന്നായിരുന്നു. ഈ ആകാര ചിഹ്നം ഇല്ലാത്തപ്പം നമ്മൾ പഠിച്ചത് ഹ എന്നാണ്. ഇനിയിപ്പോൾ അതങ്ങ് മാറി. ഇപ്പം നമ്മൾ സാധാരണ മലയാളം പറയുന്നത് പോലെ തന്നെ പറയുക. ഹ അകാര ചിഹ്നം വന്നപ്പം ഹ എന്ന് വായിച്ച്, ഇകാര ചിഹ്നം വന്നപ്പം ഹി എന്ന് വായിച്ച്, ഹാന് ഉകാര ചിഹ്നം കൊടുത്തപ്പം ഹു എന്ന് വായിച്ച്, ഹാന് സുക്കൂൻ 0 കൊടുത്തപ്പം അതിനെ ഹ് എന്ന് വായിച്ച്. ഇത് നിസ്വരം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അന്നേരം ഹ ഹി ഹു ഹ്. ഹ ഹി ഹു ഹ്. ഞാനൊരു ധാരാളം ആവർത്തിച്ച് പറയുന്നത് ഒരുപാട് ആളുകളും തെറ്റായിട്ടാണ് ഈ അക്ഷരം ഉച്ചരിക്കുന്നത്. തെറ്റായിട്ട് അക്ഷരം ഉച്ചരിക്കുമ്പോൾ അക്ഷരം മാറുമ്പോൾ അർത്ഥം മാറും. അക്ഷരം മാറി ഉച്ചരിക്കുമ്പോൾ അർത്ഥം മാറും. ആമ മറിഞ്ഞാൽ എന്തോ ആകും എന്ന് ചോദിക്കുന്നത് പോലെ ആമ മറിഞ്ഞാൽ എന്തോ ആകും? മറിയാമ്മ എന്ന് പറഞ്ഞ പോലെ അക്ഷരം മാറുമ്പോൾ അർത്ഥം മാറിപ്പോകും. ഹ കാർക്കിച്ച് പറയണം. ഹ ഹി ഹു ഹ്. ഹ ഹി ഹു ഹ്. ഹ ഹി ഹു ഹ്.
ഓരോ അക്ഷരത്തിനും ഓരോ ഉച്ചാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ഉച്ചരിക്കണം. ഇപ്പം ഇംഗ്ലീഷുമൊക്കെ കറക്റ്റ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഉച്ചരിക്കേണ്ടത് ഈ അറബ് പോലെ തന്നെ. കാരണം ഇവിടുത്തെ ഒരു പ്രൊഫസർ അവിടുത്തെ ഇംഗ്ലീഷുകാരനുമായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഉച്ചാരണങ്ങൾ ഈ അറബ് ഭാഷയുടെ ഉച്ചാരണം പോലെ തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്നും തൊണ്ടയുടെ ഇടയ്ക്കുനിന്നും ഒക്കെ ഇങ്ങനെ പറയും. അതൊന്നും പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എത്രയോ പദങ്ങൾ തെറ്റായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, പോലീസ് എന്നാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. പോലീസ് ഇത് യഥാർത്ഥത്തിൽ ഉച്ചാരണത്തിൽ തെറ്റാണ്. അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം എന്ന് പറയുമ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പോലീസ് യഥാർത്ഥത്തിൽ പോലീസ് എന്നാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് പോലീസ് എന്നാണ്. പോലീസ്. അപ്പം അങ്ങനെ പോലീസ് എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ അക്ഷരം മാറാൻ പാടില്ല. ഖ ഖ ഖ ഖി ഖു ഖ് ഖ ഖി ഖു ഖ് നിങ്ങൾ ആവർത്തിച്ച് നോക്കണം. ഖ ഖി ഖു ഖ് ഖ ഖി ഖു ഖ് ഖ ഖി ഖു ഖ് 100 പ്രാവശ്യം ആവർത്തിക്കണം. ഒരക്ഷരം നമുക്ക് കിട്ടിയാൽ 100 പ്രാവശ്യം ആവർത്തിക്കണം. ഇനി നിങ്ങളിത് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം ഭാഷ നല്ലോണം കറക്റ്റ് ചെയ്ത് തരുക. ആരും നമുക്ക് വേണ്ടി ഇതുപോലെ മെനക്കെട്ട് ഒന്നും പഠിപ്പിക്കത്തില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തമല്ല, അവരുടെ ജോലിയല്ല. അവരൊരു ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിച്ചാൽ പോലും 4 or 5 പ്രാവശ്യമൊക്കെ കൂടുതലൊന്നും അവർ ഇതുപോലൊന്നും നമുക്ക് വേണ്ടി അക്ഷരമൊന്നും കൂടുതലൊന്നും പരിചയപ്പെടുത്തരുത്. നമ്മൾ സ്വയം പഠിച്ചോണം. ഇത് ആ സ്ഥാനത്ത് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ ഭാഷ അറിയത്തില്ല, ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനോ ക്രൈസ്തവ സഹോദരനോ പറയുകയാണ്, ഇനി നിങ്ങളുടെ ഈ ഭാഷ, ഈ അറബ് ഭാഷ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, ഇതിനെ ഉച്ചരിക്കാൻ കഴിയത്തില്ല, എഴുതാൻ കഴിയത്തില്ല എന്നോട് പറയരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സൺ മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത അന്നേരം ഒന്നും കൂടെ പറയാം. ഖ ഖി ഖു ഖ് 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 ഖ ഖി ഖു ഖ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ഒരുപാട്, മലയാളത്തിലൊക്കെ ഭാഷയിൽ നമ്മുടെ ഉച്ചാരണമായിട്ട് ഒരുപാട് അന്തരങ്ങളുണ്ട്. നമ്മൾ എഴുതിയേക്കുന്ന ഒരു രൂപത്തിൽ എഴുതിയേക്കുന്ന ഒരു രീതിയിൽ ഉച്ചരിക്കേണ്ടത്, അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരും. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത അക്ഷരം സീൻ എന്നുള്ള അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. സീനാണ് ഇത്. സീന് ഇപ്പം അകാര ചിഹ്നം. ഈ ചിഹ്നത്തിൻ്റെ പേരാ ഫത്ത്ഹ് എന്ന് പറയും. ഫത്തഹ് എന്ന് പറയാറുണ്ട്, തെറ്റാത്. ചില അധ്യാപകർ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് ഫത്തഹ് എന്നല്ല, താത്തി തൂത്ത് ഫത്ത്ഹ്. അപ്പം സീന് എന്ന അക്ഷരത്തിന് ഫത്ത്ഹ് കൊടുത്താൽ സീൻ എന്ന അക്ഷരത്തിന് ഫത്ത്ഹ് ഉപയോഗിച്ചപ്പോൾ സാന്ന് വായിച്ച്, സീൻ എന്ന അക്ഷരത്തിന് കസർ കൊടുത്തപ്പോൾ ചിലർ കിസർ എന്ന് പറയാറുണ്ട്, തെറ്റാ. കിസർ എന്നല്ല കസ്ർ. സീന് എന്ന അക്ഷരത്തിന് കസർ ഉപയോഗിച്ചപ്പോൾ ഇകാര ചിഹ്നം കൊടുത്തപ്പം സീന്ന് വായിച്ച്, സീന് എന്ന അക്ഷരത്തിന് ഉകാരം കൊടുത്തപ്പോൾ സൂന്ന് വായിച്ച്, സു. സീന് എന്ന അക്ഷരത്തിന് സുക്കൂൻ, പൂജ്യത്തിന് ആ സുക്കൂൻ എന്ന് പറയുന്നത് നിസ്വരം, സുക്കൂൻ, പൂജ്യം അല്ലെങ്കിൽ 0. നമ്മൾ ഇംഗ്ലീഷിൽ 0 എന്ന് പറയും. സു. ഇതിനൊക്കെ ചെറിയൊരു വ്യത്യാസം പിന്നീട് വരും വേറെ അക്ഷരമായിട്ട് ചേരുമ്പോൾ. ഇപ്പം ഞാൻ ഒരു രീതിയിൽ
ബേസിക്കായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിനകത്തുള്ള ഈ വ്യത്യാസങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്, അത് പിന്നീട്. ഇപ്പം ഇങ്ങനെ ഒന്ന് പഠിക്കുക. സ സി സു സ്, സ സി സു സ്, സ സി സു സ്, സ സി സു സ്. അക്ഷരത്തിൻ്റെ പേര് സീന്, അക്ഷരത്തിൻ്റെ പേര് സീന്. ഫത്തഹ് കൊടുത്തപ്പം സാന്ന് വായിച്ച്, സീന് കസർ കൊടുത്തപ്പോൾ സീന്ന് വായിച്ച്, സീന് ലമ്മ് കൊടുത്തപ്പോൾ സൂന്ന് വായിച്ച്, സീന് സുക്കൂൻ കൊടുത്തപ്പോൾ സീന്ന് വായിച്ച്. സ സി സു സ്, സ സി സു സ്, സ സി സു സ്. 100 പ്രാവശ്യം ആവർത്തിക്കണം. ഈ അക്ഷരം കണ്ടാൽ എപ്പോഴും വായിച്ചോണം അവന്. അപ്പം നമ്മൾ എന്തോന്നു വായനാശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സ സി സു സ്, 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 സ സി സു സ്. ഇതിൻ്റെ ഇടയ്ക്ക് 2 അക്ഷരങ്ങൾ കട്ടി ഞാനത് അക്ഷരം